ഈ ടോവിനോട് അടിപൊളി അക്രമം ഒരു പടം ഇപ്പോൾ അജയൻ്റെ രണ്ടാം മോഷണം. അത് ഏറമാണ് ഇന്നലെ വൈകിട്ട് കണ്ട് നിർത്തിയത്. ഈ ഏറമിൻ്റെ സിനിമയ്ക്കും പണ്ട് മലയാളത്തിൽ വലിയ രീതിയിൽ വിറ്റുപോയിരുന്ന വടക്കൻ പാട്ടുകളുടെയും അല്ലെങ്കിൽ പടയോട്ടത്തിൻ്റെയൊക്കെ ഒരു ഛായ ഉണ്ടല്ലോ ചെറുതായിട്ട്. അത് ഓർത്തോ സിനിമ കണ്ടവസാനിപ്പിച്ചപ്പോൾ? അത് കണ്ടപ്പോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടില്ല. കാരണം അത് ഒരു ജനറേഷൻ ഗ്യാപ്പായിരിക്കാം. അതിനകത്ത് ചുമ്മാ ഈ അടിപിടിയെല്ലാം നമ്മളിത് കണ്ടുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാ അടിപിടിയും നമ്മളെ വിഡ്ഢികളാക്കുന്നതല്ലേ. ഒരുത്തിൻ്റെ താടിയിലൊരു തട്ട് കൊടുത്താൽ അവന് പൊങ്ങിപ്പോയി 3 കറക്കം കറങ്ങി താഴെ വന്ന് നിൽക്കുകയും അവിടെ നിന്ന് എണീറ്റ് വന്ന് വെണ്ണി അടിക്കുകയൊക്കെ ചെയ്യുന്നത് കണ്ടുകൊണ്ടിരുന്നിട്ട് തൃപ്തിപ്പെടുക എന്ന് പറഞ്ഞാൽ സാധിക്കണില്ല. അതിൻ്റെ വിഷമം ഉണ്ടായിരുന്ന പടം കാണുമ്പോൾ. വളരെ സ്വതസിദ്ധമായിട്ടുള്ളൊരു നർമ്മബോധം സാറിലുള്ളതായിട്ട് സാറിൻ്റെ ഒരു ജീവിത സാഹചര്യം സാർ ഒരു അഭിമുഖത്തിൽ വിവരിച്ചപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ട്. സിഗരറ്റ് വലി വീട്ടിൽ പിടിച്ച സമയത്ത് അമ്മയുടെ തലയിൽ വെച്ച് സത്യം ചെയ്യാൻ അച്ഛൻ പറഞ്ഞു. അപ്പോൾ അച്ഛനോട് പറഞ്ഞു, ഞാൻ ഇനി സിഗരറ്റ് വലിക്കില്ല. ആ നിമിഷം തൊട്ടങ്ങോട്ട് ഇനി പിന്നെ അങ്ങോട്ട് ബീഡിയാണ് വലിക്കുന്നത്. കാരണം സത്യം അവിടെ ലംഘിക്കപ്പെട്ടിട്ടില്ലല്ലോ. ഈ നർമ്മബോധം അതൊരു നർമ്മബോധമല്ല, ആവശ്യമായിരുന്നു. ഇപ്പോഴും നമ്മളോട് സംസാരിക്കുമ്പോൾ പോലും നർമ്മമുണ്ട്. ജീവിതത്തെ ലൈറ്റായി തന്നെയാണോ ഇത്രയും കാലയളവിൽ മുഴുവനായും എടുത്തത്? സ്വയം ഒരു ഗൗരവമായിട്ട് എടുത്ത സന്ദർഭങ്ങളുണ്ടോ? ഇല്ല, അങ്ങനെ വലിയ സീരിയസ് ആയിട്ടൊന്നും എടുത്തിട്ടില്ല. കാരണം ജനിക്കുന്നു, കുറേ കഴിഞ്ഞിട്ട് പോകുന്നു, ഇതൊക്കെ നമുക്കറിയാമെന്നുള്ളതല്ലേ. അപ്പോൾ ഇതിനെ വലിയ സീരിയസ് ആയിട്ട് എടുത്തിട്ട് കാര്യമൊന്നുമില്ല. സീരിയസ് ആയിട്ട് എടുത്താൽ കൂടുതൽ ബുദ്ധിമുട്ടാവില്ല ലൈഫിൽ. സോ ടേക്ക് ഇറ്റ് ലൈക്ക് ദാറ്റ്. കുറച്ച് ലൈറ്റായിട്ട് എടുത്താൽ സുഖമാണ് ജീവിക്കാൻ. ഇപ്പോൾ 91 വയസ്സാവുന്നു. ഇതുവരെയും ആവുന്നുമല്ല, അത് കഴിഞ്ഞു. 91 വയസ്സ് കഴിഞ്ഞിരിക്കുന്നു. വളരെ വിരളമായ പിറന്നാളുകൾ ആഘോഷിച്ചിട്ടുള്ളൂ. അതും 80-ഉം 90-ാം പിറന്നാളും ആഘോഷിക്കാൻ അതിൻ്റെ കാരണമുണ്ട്. മാധ്യമശ്രദ്ധ, ആളുകൾ വന്ന് ആശംസകൾ അർപ്പിക്കുന്നു, അതുകൊണ്ടൊക്കെയാണ്. എന്താണ് പിറന്നാളുകൾ, അങ്ങനെയുള്ള ആഘോഷം, അതിനോടൊക്കെ ഒരു വിമുഖത? അങ്ങനെ വിമുഖത അല്ല ഉണ്ടായിരുന്നത്. പണ്ട് ഞാനിവിടെ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് വീട്ടിൽ കാലത്ത് എഴുതി പിറന്നാളുണ്ടെന്ന് എല്ലാവരും കുളിച്ച്, പ്രത്യേകിച്ച് ഞാൻ അമ്പലത്തിൽ പോയിട്ട് തൊഴുത് സ്കൂളിൽ പോകുക അല്ലെങ്കിൽ കോളേജിൽ പോകുക, അങ്ങനെയൊക്കെ ആയിരുന്നു. പ്രത്യേകം ഉണ്ടായിരുന്നെന്ന് പറഞ്ഞാൽ സാധാരണ കഴിക്കുന്ന ഊണിൻ്റെ കൂടെ ഒരു പായസം ഉണ്ടാകും, ഒരു പ്രഥമൻ. അല്ലാതെ ഒരു ആഘോഷമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ കുറച്ച് വളർന്നു കഴിഞ്ഞതിന് ശേഷം പിന്നെ ആഘോഷിക്കാനുള്ള അവസരം ഉണ്ടായില്ല. എൻ്റെ ഗ്രാജുവേഷൻ കഴിഞ്ഞതിന് ശേഷം 2 വർഷം ബനാറസിലായി പോയി MA പഠിക്കാൻ. പിന്നെ 2 വർഷം നാഗരൂരിലായിപ്പോയി. അതിന് 3 വർഷം ഡൽഹിയിലായിപ്പോയി. പിന്നെ തിരിഞ്ഞു സിനിമയിൽ വന്നപ്പോൾ മദ്രാസിലുമായിപ്പോയി. അപ്പോൾ അങ്ങനെ ആഘോഷിക്കാനൊരു ഒരു അവസരം ഉണ്ടായില്ലെന്നല്ല, അതിനെക്കുറിച്ച് ആലോചിക്കാൻ സാധിച്ചിട്ടില്ല. അങ്ങനെ എൻ്റെ അറിവിൽ വീട്ടിലോ ഞാനോ എവിടെയെങ്കിലും വെച്ചിട്ടോ എൻ്റെ പിറന്നാളിന് ഒരു ആഘോഷം ഒരിക്കലും ഉണ്ടായിട്ടില്ല. അതുണ്ടായത് 90-ാം വയസ്സിൽ നാട്ടുകാരെല്ലാം കൂടെ, സിനിമാക്കാരെല്ലാം കൂടെ നടത്തിയ ഒരു ആഘോഷമുണ്ടല്ലോ, അതിനെനിക്ക് പോകാനും പറ്റിയില്ല. ഇത്ര അധികം സിനിമകൾ ചെയ്തിട്ടും ഒരു ഏകദേശം 6 പതിറ്റാണ്ടുകളോളം സിനിമയിൽ നിലനിന്നിട്ടും ഒരു സിനിമ നൽകുന്ന ഈ സുഖങ്ങൾ അല്ലെങ്കിൽ ഗ്ലിറ്റ്, ഗ്ലാമർ, സെലിബ്രേഷൻ, ആ ഏരിയകളിലൊന്നും മധു സാറിനെ കണ്ടിട്ടില്ല. കുടുംബവുമായിട്ടാണ് അധികവും സ്പെൻഡ് ചെയ്യുന്നത് കണ്ടിട്ടുള്ളത്. ഷൂട്ടിംഗ് കഴിഞ്ഞാൽ നേരെ വീട്ടിലേക്കാണ് പോകുന്നത് കണ്ടിട്ടുള്ളത്. അങ്ങനെയുള്ളൊരു സിനിമ നൽകുന്ന ഒരു സുഖമുണ്ടല്ലോ, ഭയങ്കര ഗ്രാൻഡ്യൂർ, ഒരു വലിപ്പം, അത് എന്താ ആകർഷിക്കാതിരുന്നത്? ഇല്ല, അതിനേക്കാൾ നമ്മൾ ജോലിക്ക് പോകുന്നു. നമ്മളിപ്പോൾ വർക്കിന് പോകണം. വർക്ക് കഴിഞ്ഞാൽ ഏറ്റവും ഞാൻ പ്രാധാന്യം നൽകിയിട്ടുള്ളത് കുടുംബത്തിനാണ്. അപ്പോൾ എനിക്ക് വലിയ സുഖമാണ് ഈ നല്ല ക്യാരക്ടർ പോയിട്ട് അഭിനയിക്കുക എന്നുള്ളത്. അത് കഴിഞ്ഞ് പിന്നെ തിരിച്ച് വീട്ടിൽ വരിക. മറ്റേതങ്ങനെ ഞാനെന്നല്ല, എനിക്ക് തോന്നുന്നില്ല ആരും മലയാള സിനിമയിൽ അങ്ങനെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ ആഘോഷിക്കാൻ പോകുന്നവർ വേറെ ഹിന്ദിയിലോ വല്ലതും ഉണ്ടോ എന്ന് അറിയാൻ പാടില്ല. തമിഴിലും അങ്ങനെ അധികം ഉണ്ടെന്ന് തോന്നുന്നില്ല. സിന്ദൂരച്ചെപ്പ്, തീക്കനൽ 2 മികച്ച സിനിമകൾ സംവിധാനം ചെയ്തിരിക്കുന്നു. 2നും സംസ്ഥാന സർക്കാർ അന്ന് അംഗീകാരങ്ങളും നൽകിയതാണ്. ഏതാണ് പേഴ്സണലി ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള വർക്ക്? അത് ചോദിക്കരുത്. കാരണം 2നും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഒരുമാതിരി എന്തോ ഒരു 2 പുലിയും കടുവയും തമ്മിൽ എന്താ ചോദിച്ചാൽ 2 ഏതാണ്ട് ഒരു പോലെ തന്നെയല്ലേ. അതുപോലെ 2 നല്ല കഥകൾ, നല്ല ആർട്ടിസ്റ്റ്, നല്ല പടമായിരുന്നു. അത് ഷൂട്ട് ചെയ്യാനും സൗകര്യമായിരുന്നു, സുഖമായിരുന്നു. അഭിനയിക്കാനും സുഖമായിരുന്നു. പുറത്തു വന്നപ്പോൾ ആളുകൾക്ക് കാണാനും സുഖമായിരുന്നു. അടുത്തടുത്ത വർഷങ്ങളിലാണ് ഈ 2 സിനിമകൾക്കും വലിയൊരു അംഗീകാരമൊക്കെ കിട്ടുന്നത്. ഏറെക്കുറെ കുറഞ്ഞ വർഷങ്ങളുടെ ഇടവേളയിൽ. അതിനുശേഷവും സിനിമകൾ 14 സിനിമകളോട് സംവിധാനം ചെയ്തു. അതിനുശേഷം സംവിധാനം ഒരു 90-കൾക്ക് ശേഷം വളരെ കുറയും, പ്രൊഡക്ഷൻ മാത്രമാവുകയൊക്കെ ചെയ്തിരുന്നു. എന്താ സംവിധാനം കുറഞ്ഞു പോയത്? അത് ഈ സംവിധാനം എന്നുള്ള നമ്മുടെ നാട്ടിൽ
ഈ സംവിധാനം എന്ന് പറയുന്നത് ക്യാമറയിൽ നിർത്തി ഉള്ളപ്പോൾ ഷോട്ട് എടുക്കുക മാത്രമായിട്ട് മാറി. സംവിധായകൻ ഷോട്ട് എടുക്കുന്നു, ഇതിനെ കൊണ്ട് എഡിറ്ററിൽ കൊടുക്കുന്നു, അയാൾ കട്ട് ചെയ്യുന്നു, പിന്നെ അങ്ങോട്ട് അതിന് മുമ്പുള്ളതെല്ലാം അങ്ങനെയാണ്. അപ്പോൾ സംവിധായകൻ എന്ന് പറയുന്നത് എഡിറ്ററെ പോലെ, ക്യാമറാമാനെ പോലെ, മേക്കപ്പ് മാനെ പോലെ ഷോട്ട് എടുക്കുന്ന മനുഷ്യനായിട്ട് മാറി. എഡിറ്റിങ്ങിൽ പോലും അധികം ശ്രദ്ധിക്കില്ല എന്ന് മാത്രമല്ല, ശ്രദ്ധിച്ചുകൊണ്ട് പ്രയോജനമില്ല. അത്ര വലിയ കഴിവും അറിവും ഉണ്ടാവില്ല പലർക്കും. അപ്പോൾ ഇതിൻ്റെ എനിക്ക് വേണ്ടി വന്നത്, ഞാൻ ഈ പ്രൊഡ്യൂസർ എന്ന് പറയുന്ന ആൾ നമ്മളെ മനസ്സിലാക്കിയിട്ടുള്ളത് കാശും കൊണ്ടുവരുന്ന ഏതെന്നൊരാൾ മനസ്സിലാക്കിയിട്ടുള്ളതല്ല, യാഥാർത്ഥ്യവും കുറേ അങ്ങനെയാണ്. അയാൾക്ക് ഈ പടത്തിൻ്റെ കഥയിലോ അല്ലെങ്കിൽ അതിൻ്റെ ടേക്കിങ്ങിലോ അതിൻ്റെ ഗുണത്തിലോ ഒന്നും യാതൊരു എന്തെന്ന് പറയാൻ ബന്ധവുമുണ്ടാവില്ല, ഇല്ലേ? മാറി നിൽക്കുന്ന ഒരു മനുഷ്യനാണ് പലതിലും. എല്ലാ പ്രൊഡ്യൂസേഴ്സിനും കുറിച്ചല്ല ഞാൻ പറയണത്. അപ്പോൾ പ്രൊഡ്യൂസറാണ് ഇത് റിയൽ പ്രൊഡ്യൂസർ. അയാൾ സ്ക്രിപ്റ്റ് ടു സ്ക്രീൻ, ചിലപ്പം അത് കഴിഞ്ഞും ഈ സിനിമയെ കൊണ്ട് നടക്കുന്ന ആളാണ് എൻ്റെ മനസ്സിലുള്ള പ്രൊഡ്യൂസർ. അല്ലാതെ ഈ കാശ് കൊണ്ടുവരുന്ന ആളിനെ ഫൈനാൻഷ്യർ എന്ന് പറയാം, അല്ലെങ്കിൽ പ്രൊപ്പറേറ്റർ എന്ന് പറയാം. ഹീസ് നോട്ട് ദി പ്രൊഡ്യൂസർ, ബിക്കോസ് ഹീസ് നോട്ട് പ്രൊഡ്യൂസിങ് ഇറ്റ്. പ്രൊഡ്യൂസ് ചെയ്യുന്ന ബാക്കി അതിലുള്ള ടെക്നീഷ്യൻസും ആർട്ടിസ്റ്റും ഒക്കെ കൂടി ചേർന്നിട്ടാണ്. അപ്പോൾ പ്രൊഡ്യൂസർ എന്ന് പറയുന്ന ആളാണ് ഇതിൻ്റെയൊക്കെ മുകളിലുള്ളത് എൻ്റെ മനസ്സിൽ. ഈ സിനിമ ഷൂട്ട് ചെയ്ത് സിനിമയാക്കുന്ന ഡയറക്ടറും, എഡിറ്റ് ചെയ്ത് ശരിയാക്കുന്ന എഡിറ്ററും, മ്യൂസിക് ഡയറക്ടറും, നേരെ വിളിയപ്പോൾ സ്ക്രിപ്റ്റ് എഴുത്തുകാരനും, ക്യാമറാമാനും, ഇതൊക്കെ പോലെ അവരും ഇവരെ ഒക്കെ അതിനുപരിയായിട്ട് ഈ പ്രൊഡക്ഷൻ്റെ മറ്റു കാര്യങ്ങളും കൂടെ നോക്കി നടത്തുന്ന ഒരാളാണ് എൻ്റെ പ്രൊഡ്യൂസർ. അതാകാനായിരുന്നു എൻ്റെ അടുത്ത ആഗ്രഹം. ഈ ഡയറക്ഷൻ കഴിഞ്ഞപ്പോൾ എനിക്ക് പ്രൊഡ്യൂസറാകണമെന്ന് തോന്നി. അപ്പം ഞാൻ ചുമ്മാ കാശ് മുടക്കിയിട്ട് മാറി നിന്നിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളല്ല. ബട്ട് ഇതിൻ്റെ ഓരോ ഫ്രെയിമിലും ഞാനുണ്ടെന്നുള്ളതാണ് സത്യം. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഡയറക്ടർ എന്നുള്ള ഇത് വരാത്തത്. ഞാൻ പ്രൊഡ്യൂസർ ഇസ് ദ മാൻ ഹൂ മേക്സ് ദ ഫിലിം. ഈ പ്രൊഡക്ഷനിലേക്ക് കൂടി കടന്നപ്പോൾ മധുസാറിലേക്ക് ഒരു പേടി കലർന്ന ബഹുമാനം, മധുസാർ എന്ന് പറഞ്ഞാൽ ഒരു ഭയമുണ്ട്, ആളുകൾക്ക് അടുക്കാൻ, ഒരു ആശയം പറയാൻ ഒരു ഭയമുണ്ട്, അങ്ങനെ പൊതുവിലൊരു അഭിപ്രായം രൂപപ്പെട്ടിരുന്നു. അതിനെപ്പറ്റി അറിവുണ്ടായിരുന്നു? ഇല്ല, അതുകൊണ്ട് അതെനിക്ക് തോന്നുന്നു. ഞാൻ ഈ പണ്ടില്ലേ വാദ്യാരായിരുന്നല്ലോ, അപ്പോൾ ഇപ്പോഴും എൻ്റെ മനസ്സിൽ ആ പിള്ളേരെ പഠിപ്പിച്ച ഒരു സംഗതി കിടപ്പുണ്ട്. ഇപ്പോൾ ഏത് പ്രായം അതല്ലേ. അപ്പോൾ 2 വർഷം അത് പഠിച്ച് വന്ന് കഴിഞ്ഞ ഒന്ന് ക്ലാസ്സിലിരുന്ന് പഠിച്ചത്, അത് കഴിഞ്ഞ് നേരെ 2 വർഷം കോളേജിൽ ലെക്ചറായിരുന്നപ്പോൾ എൻ്റെ മുമ്പേ ഇരിക്കുന്ന എല്ലാം കുട്ടികളല്ലേ, അവരുമായിട്ടാണ് ഈ 2 വർഷവും സംവദിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അത് മനസ്സിൽ കിടന്നതാണോ എന്ന് സംശയമുണ്ട്. പിന്നെ വീട്ടിലാണെങ്കിലും അതെ, എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് 4 സിസ്റ്റേഴ്സാണ്, അത് 4ഉം ഇളയത്. അപ്പോൾ എനിക്ക് ചേട്ടനില്ല, അമ്മാവനില്ല, അച്ഛനുണ്ടായിരുന്ന. അച്ഛൻ പലപ്പോഴും വീടിന് പുറത്തായിരുന്നു ജോലി ചെയ്തിരുന്നത്. അതൊക്കെ എപ്പോഴും 24 മണിക്കൂറും അല്ല, ഒരു മാസത്തിൽ. ആദ്യമൊക്കെ അച്ഛൻ മാസത്തിലൊരിക്കൽ, 2 മാസത്തിലൊരിക്കലൊക്കെ 2 ദിവസത്തേക്ക്